ഈ രോഗമുള്ള ആൾക്കാർക്കെന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏത് രോഗമുള്ള ആളുകൾക്കാണ് ഈ കർക്കിടക ചികിത്സ ചെയ്യാൻ പാടില്ലാത്തത്? കർക്കിടക ചികിത്സ ചെയ്യാൻ പാടില്ലാത്തത് അങ്ങനെ ഒരു സെക്ഷനായിട്ടില്ല. ഇപ്പോൾ നമുക്ക് വാദത്തിന്റെ രോഗമുള്ളവർക്ക് കർക്കിടക ചികിത്സ ചെയ്യാൻ, ഞാൻ പറഞ്ഞില്ലേ, ത്രിദോഷങ്ങളുടെ അസന്തുലിതാവസ്ഥയാണ് നമുക്ക് രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. അതിന് സന്തുലിതാവസ്ഥയിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കർക്കിടക ചികിത്സ ചെയ്യുന്നത്. പിന്നെ ഈ സമയത്ത് നമ്മൾ കഴിക്കേണ്ട ഭക്ഷണക്രമങ്ങളുണ്ട്, ചെയ്യേണ്ട കുറച്ച് ശീലങ്ങളുണ്ട്. അതൊക്കെ കറക്റ്റായിട്ട് ചെയ്യുമ്പോഴാണ് കർക്കിടക ചികിത്സ കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ആ ഒരു ഭക്ഷണക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ഭക്ഷണക്രമത്തിൽ ആദ്യം വരുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും, ഔഷധക്കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി എന്ന് പറഞ്ഞിട്ട്. അതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ നവരേരി, പിന്നെ ഈ പുനർനവ, അങ്ങനെ കുറച്ച് നമ്മുടെ ഈ ദശപുഷ്പങ്ങൾ ഇട്ടിട്ട്, പിന്നെ ചുക്ക്, തിപ്പിലി, അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് നമ്മുടെ ഈ ഔഷധ കഞ്ഞി അല്ലെങ്കിൽ കർക്കിടക കഞ്ഞി എന്ന് പറയുന്നത്. അത് നമ്മുടെ ശരീരത്തിന് ദഹനശേഷി വർദ്ധിപ്പിക്കുവാനും പിന്നെ ശരീരത്തിനും മനസ്സിനും പുനരുജ്ജീവനത്തിനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പം ഇത് നമ്മുടെ, ഞാൻ പറയാം, ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ കർക്കിടക സമയത്ത് നമ്മുടെ ദഹനശേഷി എന്ന് പറയുന്നത് ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കർക്കിടക കഞ്ഞി കുടിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ ഈ സമയത്ത് ചൂടുള്ളതും ഫ്രഷ് ആയിട്ടുള്ള ആഹാരവും കഴിക്കുന്നതായിരിക്കും നല്ലത്. തണുത്തതും പിന്നെ ഈ എണ്ണയിൽ വറുത്തതും പൊരിച്ചതായിട്ടുള്ളത് മാക്സിമം ഒഴിവാക്കുക. പിന്നെ നമ്മൾ വെള്ളമാണെങ്കിലും ചൂടാറ്റിയ വെള്ളമായിരിക്കണം നല്ലത്. അതിൽ ചുക്കോ, അതായത് നമ്മുടെ ദഹനശേഷി വർദ്ധിപ്പിക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഇട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ അത് നല്ലതായിരിക്കും.